ഗ്രേവിയോട് കൂടിയ ഈ ചിക്കൻ കറി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനൊരു 2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 2 സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനൊരു 2 തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മസാലപ്പൊടിയും, അതായത് ചിക്കൻ മസാലപ്പൊടിയും, ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 3/4 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ആ പൊടിയിൽ മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് ചൊറുക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നീട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വേണം. അപ്പം ഞാൻ അതൊന്ന് മൂടി വെച്ച് നമുക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻസായി അറിയിക്കണേ. പിന്നെ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ അതെ എൻ്റെ കറിയിലെ വെള്ളമൊക്കെ പറ്റി വരുന്ന സമയത്ത് ഞാനൊരു 3/4 കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം കറി ഒന്ന് പറ്റി വരുന്ന സമയത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 6-7 ചുമന്നുള്ള നീളത്തിലരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് ചുമന്ന് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ചുമന്ന് വരുന്ന സമയത്ത് നാം അതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കറിക്ക് നല്ല കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണത്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല രുചിയായിരിക്കും. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.